പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി BJPയുടെ പ്രകടന പത്രികാ സമിതിയിൽ. കേരളത്തിൽ നിന്നുള്ള ഏക അംഗമാണ് അനിൽ ആന്റണി. മുതിർന്ന നേതാക്കളെ ഒഴിവാക്കി അനിൽ ആന്റണിയെ ഉൾപ്പെടുത്തിയതിൽ BJP സംസ്ഥാന ഘടകത്തിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയാണ് പ്രകടന പത്രികാ സമിതിയിലെ പേരുകൾ പ്രഖ്യാപിച്ചത്. രാജ്നാഥ് സിംഗാണ് 27 അംഗ സമിതിയുടെ അധ്യക്ഷൻ. അശ്വിനി വൈഷ്ണവ്, പീയൂഷ് ഗോയൽ, നിർമ്മല സീതാരാമൻ, അർജുൻ മുണ്ടെ എന്നിവരും സമിതിയിലെ അംഗങ്ങളാണ്. കൂടാതെ മധ്യപ്രദേശ്, അസം, ഛത്തീസ്ഗഡ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സമിതിയിലുണ്ട്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും സമിതിയിൽ അംഗമാണ്. എന്നാൽ കർണാടകയിൽ നിന്നുള്ള അംഗമാണ് രാജീവ് ചന്ദ്രശേഖർ. 2023 ഏപ്രിൽ 6-നായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി BJPയിൽ ചേരുന്നത്. AICCയുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ദേശീയ കോർഡിനേറ്ററായിരുന്ന അനിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത്. കോൺഗ്രസിൽ നിന്ന് എത്തിയ ഉടനെ തന്നെ അനിൽ ആന്റണിക്ക് BJP സ്ഥാനമാനങ്ങൾ നൽകിയിരുന്നു. ആ സന്ദർഭം മുതൽ BJPക്കുള്ളിൽ അനിൽ ആന്റണിക്കെതിരെയുള്ള പ്രതിഷേധം ആരംഭിച്ചിരുന്നു. ഈ അവസരത്തിലാണ് പ്രകടന പത്രിക സമിതിയിലും മുൻനിര നേതാക്കളെ മറികടന്ന് അനിൽ ആന്റണിയെ നിയമിച്ചിരിക്കുന്നത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഇപ്പോൾ തന്നെ സംസ്ഥാന ഘടകത്തിലും പ്രകടമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.